എന്റെ സഹോദരന്മാരെ, നിസ്സഹായ അവസ്ഥയിൽ നാം ഇപ്പൊ കാസർഗോഡ് നിന്ന് കൊല്ലത്തേക്ക് പോവുകയാണ്. കൊല്ലത്ത് നമുക്ക് പരിചയക്കാരായിട്ടുള്ള ആരുമില്ല, ഒരൊറ്റ മനുഷ്യനുമില്ല. സമയം രാത്രിയോട് അടുക്കുന്നു, നമുക്ക് കിടക്കാനൊരു സ്ഥലമില്ല, സാമ്പത്തികമായി യാതൊന്നുമില്ല. അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ എന്തു വേണം? നമുക്കൊരു വാള് നമ്മുടെ ഉറയിലുണ്ട്, അതെടുക്കണം. ഏതാണ് ആ വാള്? പ്രാർത്ഥനയാകുന്ന പടവാളാട് നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാം ഇതുപോലെ ഒരു സന്ദർഭത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഇതുപോലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനൊരു സംഭവം ഉണ്ടായി. ഫറോവയുടെ അടുക്കൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഓടിയ ഒരു ഘട്ടമുണ്ട്. ഒരു കിബിത്തിയെ കൊന്നിട്ട് പോകുന്ന ഘട്ടം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഓടിപ്പോയിട്ട് മദിയൻ പട്ടണത്തിലേക്ക് ചെന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഇരിക്കുകയാണ്. ആരുമില്ല സഹായിക്കാൻ, എന്നെ അറിയുന്ന ആരുമില്ല. ഇത് വിദേശമാണ്, ഇത് സ്വദേശമല്ല, എന്റെ ജന്മനാടല്ല, എന്റെ ബന്ധുക്കളില്ല, എന്റെ വാപ്പയില്ല, എന്റെ ഉമ്മയില്ല, എന്റെ കുടുംബക്കാരില്ല. അവിടെ ഇരുന്നുകൊണ്ട് മൂസാ നബി അല്ലാഹുവോട് പറയുകയാണ്, റബ്ബി ഇന്നി ലിമാ അൻസൽത അലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, അല്ലാഹുവേ, നീ അനുഗ്രഹം, നീ നൽകുന്ന അനുഗ്രഹത്തിന് ഞാൻ ആവശ്യക്കാരനാണല്ലോ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബി ഇന്നി ലിമാ അൻസൽത അലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്ന് ദുആ ചെയ്തപ്പോഴല്ലേ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളോട് വന്നത്. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളെ മൂസാ നബിയെ കൊണ്ടല്ല സഹായിപ്പിച്ചത്. അതേ, ഒരു മനുഷ്യനെ കൊണ്ടെടുത്തു പൊക്കാൻ പറ്റാത്ത ഒരു പൊട്ടൻ കിണറിന്റെ വലിയ മൂടിയെ ആ മുസൽമാന്റെ പടവാളാകുന്ന ദുആ ഉപയോഗിച്ചപ്പോ മൂസാ നബിക്കല്ല കരുത്ത് കൊടുക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോ ശുഐബ് നബിയുടെ രണ്ട് പെൺമക്കള് അവിടെ മാറി നിൽക്കുകയാണ്. മറ്റുള്ളവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കുമ്പോ ഇവർക്ക് വെള്ളം കുടിപ്പിക്കാൻ പറ്റാതെ അവരെ വിഷമിച്ച് മാറി നിൽക്കുമ്പോ വലിയ ഒരു സംഘത്തിലല്ലാതെ എടുത്തു മാറ്റാൻ പറ്റാത്ത വലിയ ഒരു മൂടി മൂസാ നബി ഒറ്റയ്ക്കെടുത്തു മാറ്റുകയാണ്. സഹായം അല്ലാഹു കൊടുത്തു. ചിന്തിക്കണം, ഒരു മനുഷ്യന് സാധാരണ കൊടുക്കുന്ന സഹായത്തിൽ അപ്പുറം സഹായമാണ് ഈ ദുആ കൊണ്ട്, ഈ പ്രാർത്ഥന കൊണ്ട് നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്തത്. അവസാനം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് രക്ഷപ്പെടുകയും ഈ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും ചരിത്രം വിശാലമാണ്, ഞാൻ ചുരുക്കുകയാണ്. അവിടെ ചെന്നപ്പോ ശുഐബ് നബി പറയുന്നത് എന്താണെന്നറിയുമോ? ഓ മൂസാ, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, ലാ തഖഫ്, നിങ്ങൾ പേടിക്കണ്ട, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു മൂസാ, നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു മൂസാ എന്ന് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നരങ്ങോ അല്ലാഹുവിന്റെ ഖുർആനിൽ ഉണ്ടെങ്കിൽ എന്റെ സഹോദരന്മാരെ, നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചത് അല്ലാഹു കൊടുത്തില്ലേ? ചോദിച്ചത് മൊത്തം അല്ലാഹു കൊടുത്തില്ലേ? ചോദിക്കാതാണോ ലഭിച്ചത്? അല്ലാഹു എന്നെ പറഞ്ഞു വിടുന്നത് സത്യബദ്ധനാണ്. അതെ, അസത്യത്തിന്റെയും അധർമ്മത്തിന്റെയും ധിക്കാരത്തിന്റെയും പടുകുടികളിൽ ആണ്ടുപോയവരെ സത്യത്തിന്റെ ധർമ്മത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്താൻ ശരിക്കും ഇലാഹി തീരുമാനമാണ് എന്റെ പോകൽ. അതുകൊണ്ട് എനിക്കിതൊന്നും ചോദിക്കേണ്ടതില്ല, എനിക്കെല്ലാം എന്റെ അല്ലാഹു തരുമെന്നാണോ മൂസാ നബി ചിന്തിച്ചത്? മറിച്ച് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പറയുകയാണ്, അല്ലാഹുവേ, അല്ലാഹുവേ, നീ എന്നെ വിടുന്നത് വലിയ കാര്യത്തിലാണ്, എന്നെ സഹായിക്കണേ അല്ലാ. ഈ പടപാട് വലുതല്ലേ, ഈ ദുആ വലുതല്ലേ, ഈ പ്രാർത്ഥന വലുതല്ലേ? മുൻഗാമികൾ മൊത്തവും അത് ചോദിച്ചിട്ടല്ലേ ലഭിച്ചത്? നിങ്ങൾ നോക്കണം, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ചോദിക്കാതെ കുറെ കാലം കഴിച്ചു കൂട്ടി.
പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിയെ സഹായിച്ചില്ല. ഖുർആൻ നിങ്ങൾ നോക്കിയാൽ കാണാം. അള്ളാഹുവിനോട് ചോദിക്കാൻ എൻ്റെ സഹോദരന്മാരെ നാം മടിക്കുകയാണ്. പടച്ചവന്റെ മുമ്പിൽ ദുആ ചെയ്യാൻ നാം മടിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് മുറിയുന്ന ഒരു ആയുധം ഉണ്ടായിട്ട് ആ ആയുധം പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നും നാം പ്രയോഗിക്കാറില്ല. ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നൊരു പാവപ്പെട്ടവന് ഒരു രൂപ കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവേ എൻ്റെ വീട്ടിൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ വീട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ നീ മാറ്റണേ അല്ലാഹ്, ഇതുപോലെ കൈനീട്ടേണ്ട ഗതി എനിക്ക് ഉണ്ടാക്കല്ലേ അല്ലാഹ്. ആരാ ദ്വാരക്കുന്നത്? സമയമില്ലല്ലോ, എങ്ങനെങ്കിലും എടുത്തെറിഞ്ഞു കൊടുക്കുമല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിച്ചു വാങ്ങാൻ അവരെ അല്ലാഹു സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ വലിയ വിഷയമാണ്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എൻ്റെ സഹോദരന്മാരെ, ആര് ചോദിച്ചാലും അമ്മ സായില ഫലാ തൻഹർ, ചോദിക്കുന്നവരെ ആട്ടരുതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. അവരെ അല്ലാഹു തആല സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചത്. നമ്മുടെ ദുആയ്ക്ക് ഉത്തരം കിട്ടാൻ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ, നമ്മുടെ നീറുന്ന 100 പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് അല്ലാഹു അവരെ സൃഷ്ടിച്ചത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം, വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. എൻ്റെ സഹോദരന്മാരെ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 3 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു മാരകമായ രോഗം കൊടുക്കുമ്പോ നാട്ടുകാര് മുഴുവൻ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വെറുക്കുന്ന ഘട്ടമുണ്ടാകുമ്പോ, കോടീശ്വരനായ അയ്യൂബ്, സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്ന അയ്യൂബ്, ഒരുപാട് മക്കളുണ്ടായിരുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാനവന്റെ സഹോദരന്മാരെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് അല്ലാഹുവിന്റെ പരിശോധന വരുമ്പോ, എന്റെ സഹോദരന്മാരെ, പരിശോധനയിൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ശുക്ർ ചെയ്യുകയാണ്, നന്ദി ചെയ്യുകയാണ്, നന്ദി ചെയ്തുകൊണ്ട് കടിച്ചു കൂട്ടുകയാണ്. അവസാനം അയ്യൂബ് നബിയിലേക്ക്, അയ്യൂബ് നബിയുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് പ്രത്യേകമായ ദുർഗന്ധം വമിക്കുന്ന രോഗം വന്നപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 2 ഭാര്യമാരും ഒഴിയുകയാണ്, 2 ഭാര്യമാര് വിട്ടിട്ട് പോവുകയാണ്. അവസാനം റഹ്മാ റളിയല്ലാഹു തആല അൻഹാ എന്ന് പറയുന്നവര് പെണ്ണ് മാത്രം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പമുണ്ട്. റഹ്മാ എന്ന് പറയുന്ന പെണ്ണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ നാട്ടുകാർ മുഴുവൻ ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോ, ഓ റഹ്മാ, അയ്യൂബിനെയും നാട്ടിൽ നിന്ന് കൊണ്ടുപോകണം റഹ്മാ, അയ്യൂബിന്റെ രോഗം ഞങ്ങൾ കൂടി പകരമെന്ന് റഹ്മാ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോ, റഹ്മാ റളിയല്ലാഹു തആല അൻഹ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തോളിലേറ്റുകയാണ്. പെണ്ണങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. എന്റെ സഹോദരന്മാരെ, ആരോഗ്യപരമായി ക്ഷീണിച്ച റഹ്മാ റളിയല്ലാഹു തആല അയ്യൂബ് നബിയെ തോളിലേറ്റുന്ന കണവനെ താങ്ങി വേദന തിന്ന് കണ്ണീർ ചൊരിഞ്ഞവർ നീങ്ങി, കണ്ണീർ ചൊരിഞ്ഞവർ നീങ്ങി. സ്വന്തം നാട്ടിൽ നിന്ന് റഹ്മാ റളിയല്ലാഹു അൻഹ സ്വന്തം ഭർത്താവിനെ തോളേറ്റുകയാണ്. എന്നിട്ട് കാട്ടിന്റെ നടുവിലേക്ക് പോവുകയാണ്. കാട്ടിന്റെ നടുവിൽ കൊണ്ടുപോയി പച്ചിലകൾ പറിച്ചിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടെ കിടത്തുകയാണ് റഹ്മാ റളിയല്ലാഹു അൻഹ. അവസാനം എന്റെ സഹോദരന്മാരെ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയ ശൈത്താൻ ബിനുസ്ബിൻ വഅദാബ്. ഓ അല്ലാഹുവേ, വല്ലാത്ത പ്രയാസങ്ങള്, വല്ലാത്ത പ്രതിസന്ധികള് എന്റെ ജീവിതത്തിൽ പൈശാചികമായി വന്നു ചേർന്നു അതുകൊണ്ട് റബ്ബേ, വഅൻത അർഹമുർ റഹീമീൻ,
ഖലീൽ, നീ കരുണയുള്ളവനാണല്ലോ, നീ കരുണയുള്ളവനാണല്ലോ അല്ലാ, എന്റെ രോഗം നീ മാറ്റണേ അല്ലാ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദിക്റ് ചൊല്ലുന്ന നാവിലേക്ക് വരെ രോഗം വന്നു എന്ന ചരിത്രം പറയുമ്പോ അവസാനമാണ് അയ്യൂബ് നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ ഫസ്തജബ്നാ ലഹു വകശഫനാ മാ ബിഹി മിൻ ദുർരിൻ വആതൈനാഹു അഹ്ലഹു വമിഥ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽഅബീദീൻ. അയ്യൂബ് നബി അവസാന ഘട്ടത്തിലെ വാളുപയോഗിച്ചപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഓ അയ്യൂബേ, ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുകയാണ്, വലിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുകയാണ്. അയ്യൂബ് നബിയോട് അല്ലാഹു പറയുന്നു, അയ്യൂബേ ഉർകുൽ ബിർജിലിക ഹദാ മുഗ്തസലം ബാരിദൻ വശറാബ്. ഓ അയ്യൂബ്, ആ സ്വിമ്മിംഗ് പൂളിലേക്ക് ചവിട്ടു അയ്യൂബ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ സഹോദരന്മാരെ, ആ ജല ചികിത്സയിലൂടെ, ആ പ്രകൃതി ചികിത്സയിലൂടെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എല്ലാ രോഗങ്ങളും അല്ലാഹു മാറ്റുകയാണ്. വിഷയം വിശാലമാണ്, ശാസ്ത്രീയമായ ഒരുപാട് പറയാനുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല സഹോദരന്മാരെ. ആ ജല ചികിത്സയിലൂടെ അല്ലാഹു എല്ലാം മാറ്റിക്കൊടുക്കുകയാണ്. എന്ന് മാത്രമല്ല, മുൻപുണ്ടായിരുന്നതിനേക്കാൾ വരെ സാമ്പത്തിക ഭദ്രത മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുക്കുമ്പോ എന്റെ സഹോദരന്മാരെ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോ അല്ലാഹു ദുആ തള്ളിയോ? അയ്യൂബ് നബി ദുആ ചെയ്യുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷമം മാറ്റിയോ? ഈ പടവാൾ ഉപയോഗിക്കാതെ പറ്റുമോ? ഇത് ഉപയോഗിച്ചാലല്ലേ നമ്മുടെ പ്രയാസങ്ങളെ പടച്ചവൻ മാറ്റുകയുള്ളൂ. നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം ുന്ന